ഒരാളിവിടെ നമ്മുടെ ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. നിമിഷ ഇന്ന് സ്പെഷ്യല് നമ്മുടെ സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണി. മണങ്കാരുടെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കറക്റ്റ് സമയത്താണ് ഞാൻ വന്നത്. ചെമ്പ് പൊട്ടിക്കണ സമയപ്പോഴത്തേക്ക് ഞാൻ എത്തി കേട്ടോ. കുറെ നാള് കൂടിയാണ് നമ്മൾ പ്രോൺസ് ബിരിയാണി. എപ്പോഴും നമ്മൾ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. പ്രാവശ്യം ഞങ്ങൾ പ്രോൺസ് ആക്കാന്ന് വെച്ചാൽ അങ്ങനെ പ്രോൺസ് നമ്മൾ ഉണ്ടാക്കി വെറൈറ്റി കേട്ടോ. ഓക്കെ ഞങ്ങൾ കുറച്ച് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം കേട്ടോ. റൈസ് ഒക്കെ കുറവായിരിക്കും കേട്ടോ. റൈസ് ഒക്കെ കുറച്ച് കുറവാണ്. നല്ല അടിപൊളി മസാലയാണ്. നല്ല മസാലയാണല്ലോ. പക്ഷെ നീ ഒരു പ്ലേറ്റിലേക്ക് കുറച്ചങ്ങ് വിളമ്പട്ടെ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ പുതിന ചട്നി കേട്ടോ. പുതിന മിന്റ് പുതിന ചട്നി. അതെ പുതിനയും നമ്മുടെ മല്ലിയിലയും പിന്നെ ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും. അടിപൊളി ആ ചട്നി അതും ഒരു വെറൈറ്റി ആണ്. അതൊരു വെറൈറ്റി ബിരിയാണിയുടെ കൂടെ നന്നായിട്ട് പോകും. ഞാനത് അതിന്റെ ടേസ്റ്റ് നോക്കി കളയാം. പ്ലേറ്റിലേക്ക് ഇച്ചിരി വിളമ്പാവോ? അയ്യോ റൈസ് ഒക്കെ കണ്ടിട്ട് ഇച്ചിരി ചെറുതായി പോയി. സ്പൂൺ ലേശം ചെറുതായി പോയി. എന്നാലും കുഴപ്പമില്ല, അത് മതി. ടേസ്റ്റ് ചെയ്യാൻ ധാരാളം മതി. അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഡയറ്റിലാണ് നിമിഷം. ഇങ്ങനെ ഡയറ്റ് ഇടയ്ക്ക് തെറ്റിക്കാനായിട്ട് അവള് മനഃപൂർവ്വം ചെയ്യുന്നതാണ് കേട്ടോ. പ്രോൺസ് ബിരിയാണി ടേസ്റ്റിയാണ്. ഇച്ചിരി പുതിന ചട്നിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല നല്ല മസാല കേട്ടോ. അതുപോലെ റൈസൊക്കെ വരും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഇതായിട്ട് പാകമായില്ലേ ചായ? എന്റെ ഡയറ്റ് പൊട്ടി കേട്ടോ. ഇന്നിപ്പോ കഴിച്ചേ പറ്റത്തുള്ളൂ. അതെ കഴിക്കണേ. ചായ വേണ്ടിയല്ല ഉണ്ടാക്കിയത്. വല്ലപ്പോഴല്ലേ ഉള്ളു കഴിക്കാം. അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാനില്ല കേട്ടോ. സൂപ്പർ.